ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളിതാ 21ാമത്തെ നോമ്പിലെത്തിയിരിക്കുകയാണ്. ഇനി ആകെ കുറച്ച് ദിവസം കൂടെയുള്ളൂ നമ്മുടെ നോമ്പ് തീരാൻ. രാവിലെ തന്നെ റൈഹുമോൻ എക്സാമിന് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി. ഇന്ന് ശനിയാഴ്ച അവൻ്റെ എക്സാം ഉണ്ട്. ഇന്നും കൂടെ ആകുമ്പോഴത്തേക്ക് പഠിക്കേണ്ട വിഷയത്തിൻ്റെ എക്സാം എല്ലാം തീരും. 27-ാം തീയതിയാണ് സ്കൂൾ അടയ്ക്കുന്നത്. അന്ന് പിന്നെ ആർട്ടും വർക്ക് എക്സ്പീരിയൻസും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെയൊക്കെ എക്സാമേ ഉള്ളൂ. അങ്ങനെ റൈഹു എക്സാമിന് പോയി. പിന്നെ വൈകിട്ട് ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. മഴയൊന്നും പെയ്തില്ല, ഇടി മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് മയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പതിവ് ഡ്യൂട്ടിയിലേക്ക് കയറി. കോളിഫ്ലവറും ക്യാപ്സിക്കം ഇട്ടിട്ടുള്ളൊരു കറി വെക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നമ്മൾ ക്യാപ്സിക്കവും കോളിഫ്ലവറൊക്കെ ഇട്ട് വെക്കുന്ന അടിപൊളി കറി. അപ്പോൾ ഉള്ളി ഒന്ന് വരാനായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരിയുടെ ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല കളർ കിട്ടും. എന്നിട്ട് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ഒക്കെ ചേർത്ത് ഒന്ന് വേവിച്ച് നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കാം. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും തക്കാളിയും പിന്നെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കോളിഫ്ലവർ ഓൾറെഡി നമ്മൾ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഹാഫ് കുക്കായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗ്രേവിയും കൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉപ്പ് ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിയാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് അവിടെ ഇരുന്നൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയാണ്. മാവിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ഓരോ ബോൾസാക്കി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നല്ല കട്ടിയില്ലാതെ പരത്തി എടുത്തിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കുന്ന ജോലിയൊക്കെ എൻ്റെ റംസോനാണ് കേട്ടോ. അവൻ ഉണ്ടെങ്കിൽ എനിക്ക് പകുതി ജോലിയേ ഉള്ളൂ. ഈ മസാലകളൊക്കെ ഇടുന്ന പണി മാത്രമേ എനിക്കുള്ളൂ. അരിഞ്ഞും പറക്കി എല്ലാം തരും. സവാളയൊക്കെ കട്ട് ചെയ്ത് തരണമെങ്കിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണമെങ്കിലോ അവനെ കൊണ്ട് പറ്റുന്ന പണികളെല്ലാം അവൻ ചെയ്തു തരും. അതുകൊണ്ട് ഞാൻ വെയ്യാതെ കിടന്നാൽ പോലും എനിക്ക് പേടിക്കണ്ട, കാരണം ഞാൻ പട്ടിണിയാവത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഇന്നത്തെ സ്നാക്സിന് ഉള്ളിവടയാണ്. പിന്നെ ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്ത് ഇന്ന് പിന്നെ വാപ്പുമ്മാക്ക് ഇന്നത്തെ ഇഫ്താർ പങ്ക് കൊണ്ട് കൊടുക്കുന്നത് റൈഹു ആണ്. വാപ്പുമ്മ എന്ന് പറയുന്നത് അവരുടെ വാപ്പുമ്മയാണ് കേട്ടോ, എൻ്റെ ഉമ്മ ആണ്, ഇക്കാടെ ഉമ്മ. ഇന്ന് നോമ്പ് തുറയ്ക്ക് നമ്മുടെ മുസമ്പി, മാങ്ങ, തണ്ണിമത്തൻ, ഉള്ളിവട. ഇന്ന് ജ്യൂസായിട്ട് തേങ്ങാണ്. നമുക്ക് വെറൈറ്റി ജ്യൂസുകളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആർക്കും അത്ര അങ്ങോട്ട് പ്രിയമില്ലായിരുന്നു. വല്ല ഫലൂദയോ അവൽ മിൽക്കോ ഫ്രൂട്ട് സലാഡോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് നമസ്കരിച്ച് ഖുർആനൊക്കെ ഓതി പിന്നെ അതിന് ശേഷം ചപ്പാത്തിയും ഇന്നത്തെ നമ്മുടെ കോളിഫ്ലവറും ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ ഇട്ട് കറിയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് റമദാൻ വ്ലോഗുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.